ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരി പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡ് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചി എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നുള്ള വിശദമായ വിവരങ്ങളെല്ലാം പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ഏത് സമയത്ത് ജയിലിൽ പോയി കിടക്കാനും നാണം കെട്ട കുടുംബമാണല്ലോ, അതുകൊണ്ട് നിനക്കിത് അത്ര വലിയ പുത്തിരിയായിരിക്കില്ല. പക്ഷേ സച്ചി അവനും ഇതൊരു ശീലമാണ്. എന്നിരുന്നാലും അവൻ താമസിക്കുന്ന ഈ ഒരു കുടുംബത്തിലാണ്, ഈ കുടുംബത്തിനാണ് അതിൻ്റെ മോശക്കേട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര വളരെ മോശമായ രീതിയിൽ തന്നെ രേവതിയോടായിട്ട് പറയുന്നുണ്ട്. രേവതി ആണെങ്കിലോ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നെ നിൻ്റെ ഭർത്താവല്ലേ തെറ്റ് ചെയ്യാതിരിക്കുന്നത്, അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അവനെ ഏത് സമയത്ത് ഒരു ശീലമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുധിയും കളിയാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അവൻ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു, ഇവിടെ എന്താ എനിക്ക് യാതൊരു സ്ഥാനവും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിനെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാനും കുമാരനും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു, ആ ഒരു സമയത്ത് നീ എവിടെ ഉണ്ടായിരുന്നില്ല, എവിടെ പോയേക്കുമായിരുന്നു എന്ന് രേവതിയോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ വേണ്ടി പോയായിരുന്നു, പക്ഷേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല എന്ന് രേവതി മറുപടി പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെങ്കിൽ അത് പോട്ടെ, അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, പക്ഷേ നീ അങ്ങനെ എല്ലാവരും നിനക്ക് അവനെ പറഞ്ഞ് തിരുത്താൻ പാടില്ലായിരുന്നു, ഒരു കണക്കിന് നിങ്ങൾ പ്രിൻസിപ്പളിനെ ചതിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നേടിയെടുത്തതെന്നൊക്കെ ഇങ്ങനെ രവി പറയുമ്പോഴത്തേക്ക് രേവതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല കേട്ടോ. അതിനുശേഷം രവി ചെറിയ രീതിയിലാണെങ്കിൽ രേവതിനെ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. രവി പോയതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ ചന്ദ്ര പറയുന്ന, ഏട്ടാ സുധി ഇത് എന്തേ കേട്ടത്, നിൻ്റെ അച്ഛൻ തന്നെയാണ് ഇവിടെ വഴക്ക് പറഞ്ഞത്, തലയെ കയറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അതേ അമ്മ ഞാനും ആകെ അതിശയിച്ച് പോയെന്ന് സുധി മറുപടി പറയുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര, ഇനി എല്ലാവരും പോയി കടന്നോ, ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പറഞ്ഞു വിട്ടതിന് ശേഷം രേവതിയായിട്ട് പറയുന്നുണ്ട്, നീ നിൻ്റെ ഭർത്താവും ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ, അവരിന്ന് സെല്ലിലാണ് കിടക്കുന്നത്, നീ ഇവിടെ കടന്ന് കരഞ്ഞ് വെണ്ണീറാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചിട്ടാണ് വിടുന്നത്. രേവതിക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് വളരെയധികം സങ്കടവും വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പിറ്റേന്ന് നേരം വരുമ്പോൾ തന്നെ രേവതി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് സ്റ്റേഷനിൽ മുന്നിലായിട്ട് ദേവും ശരത്തും ഉണ്ടാവും കേട്ടോ. രേവതിനെ കാണുമ്പോൾ തന്നെ ദേവ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി അവന് ഉറങ്ങിയിട്ടില്ല ചേച്ചി, എങ്ങനെയും സച്ചിയേനെ പോലീസ് സ്റ്റേഷനിൽ പുറത്തിറക്കണമെന്നുള്ള വിചാരത്തോടുകൂടി തന്നെ നിൽക്കുകയായിരുന്നു ഇവൻ എന്നൊക്കെയാണ് ദേവ് പറയുന്നത്. കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, നമുക്ക് CI സാറിനെ കണ്ടു നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് മറ്റൊരു പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹത്തോടായിട്ട് CI മേഡം വന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അകത്തുണ്ട് എന്ന് ഇയാൾ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ രേവതി ശരത്തിനെയും ദേവുവിനെയും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് ചെല്ലുന്ന സമയത്ത് CI സാറിനോടായിട്ട് രേവതി പറയുന്നത് സച്ചിയുടെ ഭാര്യയാണ്, സച്ചിയുടെ ഇന്നലെ അഭിനയിച്ചതായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, കഥകളൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ അങ്ങനെ ചെയ്യുന്ന തെറ്റല്ല, എത്ര പേരെ നിങ്ങൾ കബളിപ്പിച്ചത്, പ്രിൻസിപ്പലിനെ കബളിപ്പിച്ചു, അവിടെ കൂടി നിന്നവരെ കബളിപ്പിച്ചു, ഇതൊക്കെ അത്ര നല്ല ശീലമല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ CI പറയുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ CI പറയുന്നുണ്ട്, എന്തായാലും ഇതൊരു നല്ല കാര്യത്തിനായതുകൊണ്ട് തന്നെ ഞാനിത് കേസാക്കുന്നില്ല, ഇത് മേലിൽ ഇങ്ങനെ ഒന്നും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടയക്കാൻ കേട്ടോ. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ 4 പേര് കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ശരത്ത് പറയുന്നത്, സച്ചേട്ടനെ ക്ഷമിക്കണം, സച്ചേട്ടനെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഞാൻ സച്ചേട്ടനെ അറിയാതെ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കാലിൽ വീണ് കരയാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി പറയുന്നത്, നീ ഒരു ആൺകുട്ടിയാണ്, ഒരിക്കലും ആരെ കാലിൽ വീണ് കരയരുത്, ആൺകുട്ടിയെന്നല്ല ആരും ഒരിക്കലും കാലിൽ വീണ് കരയാൻ നിൽക്കരുത്, നിന്നിലാണ് നിൻ്റെ ചേച്ചിയുടെ അമ്മയുടെ ഒക്കെ പ്രതീക്ഷ, അതുകൊണ്ട് തന്നെ നീ പഠിച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തിനെ സമാധാനിപ്പിച്ച ശേഷം ദേവുവിനെ ശരത്തിനെ അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് കേട്ടോ. അപ്പോൾ ശരത്തിൻ്റെ ഈ ഒരു നല്ലൊരു മാറ്റത്തിൽ സച്ചിയും രേവതിയും ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് രേവതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട്, എന്തായാലും മഹാന്മാർ ഒരുപാട് പേര് ജയിലിൽ കടന്നിട്ടുള്ള, അതുകൊണ്ട് തന്നെ എനിക്കിത് അത്ര വലിയ സങ്കടം തോന്നുന്നില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ശരത്തിനെ എക്സാം എഴുതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു നാടകം കളിച്ചല്ലേ എന്നൊക്കെ സച്ചി പറഞ്ഞു നിർത്തും. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു, വീട്ടിൽ അച്ഛനിരിപ്പുണ്ട്, അച്ഛനോട് എന്നിട്ട് ഈ ഒരു കാര്യം തന്നെ പറഞ്ഞാൽ മതിയെന്ന് രേവതി പറയാണ്. അപ്പോൾ ചെറിയൊരു പേടിയോട് കൂടി തന്നെയാണ് സച്ചി, അതായത് രവിയോടുള്ള ചെറിയൊരു പേടിയോട് കൂടി തന്നെയാണ് സച്ചി രേവതിയും കൂടിയിട്ട് ഓട്ടോയിൽ വീട്ടിലേക്ക് ചെന്നിറങ്ങുന്നത്. ആ ഒരു സമയത്ത് ഉമ്മറത്ത് തന്നെ ചന്ദ്ര ഉണ്ടാവും. ഇവരെ കാണുമ്പോൾ തന്നെ ചന്ദ്ര വായി തോന്നിയ രീതിക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് തന്നെ രവി അങ്ങോട്ടേക്ക് വരുന്നത്, രവീൻ്റെ തൊട്ട് പുറകെ തന്നെ ശ്രുതിയും അങ്ങോട്ടേക്ക് വരും കേട്ടോ. ശ്രുതി വന്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് ഇന്നത്തെ രാവിലത്തെ ടീ കിട്ടില്ല, അത് എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് തീ കിട്ടുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു, അവളത് കറങ്ങാൻ പോയേക്കുമല്ലായിരുന്നോ, അവളത് ഇപ്പോൾ കയറി വന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് ടീ ഉണ്ടാക്കണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയോടാണ് പറയേണ്ടത്, അല്ലാതെ രേവതി അല്ല നോക്കി നിൽക്കേണ്ടത് എന്ന് പറഞ്ഞൊരു ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്ര വേഗം പറയുകയാണ് കേട്ടോ, അതേ കണ്ടില്ല ഇവൻ വിഷയം മാറ്റി വിടുകയാണ് രവിയേട്ട, ഇവനോട് ഒരു കാര്യം ചോദിക്കാതിരിക്കാനായിട്ട് ഇവൻ്റെ ശ്രുതിയുടെ അമ്മയ്ക്കിട്ട് കയറുന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. തെറ്റ് ചെയ്തവൻ ജയിലിൽ കിടക്കേണ്ടതായിരുന്നെങ്കിൽ നീ പണ്ടേ ജയിലിൽ പോയതിനൊക്കെ ശ്രുതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി നേരെ രവിയുടെ അടുത്ത് വന്നതിന് ശേഷം രവി സച്ചിനെ മൈൻഡ് ചെയ്യാൻ നിൽക്കുന്ന കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.